ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന നമ്മുടെ OnePlus Nord 5 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി OnePlus Nord 5ൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക OnePlus 13s-ൻ്റെയും X200 FE-ൻ്റെ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ ആക്ച്വലി 2-3 ആഴ്ച കഴിയുമ്പോൾ വിൽക്കും. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ അതിന് സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിട്ടോ. ഇത് ആക്ച്വലി 8GB 256GB വേരിയൻ്റ് ആണ്. ഗ്രേ കളർ മോഡലാണ്. നമ്മൾ ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് ക്രോമേന്ന് പോയി ഡയറക്റ്റ് വാങ്ങിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെപ്പറേറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ 2 കൊല്ലം വാറണ്ടി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിൽ എന്താ പറയുക, ഇതിൽ ബോക്സിങ് കാണലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ അൺബോക്സിങ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് അൺബോക്സിങ് കാണലൊക്കെ ചെയ്തു. ഇനി സെപ്പറേറ്റ് സെക്ഷൻ നമ്മൾ അടുത്ത നിങ്ങൾ ഇതിൻ്റെ കഴിഞ്ഞിട്ട് ഇൻട്രോ കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങൾ കാണും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഷോർട്സുകളും കാണലൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. 35,000 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 39,999 ആണ് കേട്ടോ, 32 രൂപ. അതുപോലെ തന്നെ ഇത് 3 കളറിൽ അവൈലബിൾ ആണ്. ഗ്രേ, അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂയിഷ് വൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് പക്ഷേ പൊട്ട കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് വൈറ്റ് ആയാലും ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അവരുടെ വൈറ്റിൽ ഒരു മാർബിൾ ഫിനിഷ് പോയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലോഗോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അറിയില്ല സംഭവം ഒന്ന്. ഞാൻ ഫോൺ എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഫോണിൻ്റെ അൺബോക്സിങ് നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. ഇതിന് കൂടെ നമുക്ക് ഇൻബിൽഡായിട്ട് വരുന്ന കേസാണ്. അത്യാവശ്യം നല്ല സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് മണിക്കൂറായിട്ട് ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പറയുമ്പോൾ 200-ന് മുകളിൽ വെയിറ്റ് ഉണ്ട്. പക്ഷേ അറിയില്ല കേട്ടോ അത്രയ്ക്കും. പിന്നെ ഡിസ്പ്ലേ ഒക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് കണ്ടിട്ട് പോകട്ടെ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസും കൂടെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ, പേജ് ഫോളോ അടിച്ചാൽ മതി. മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus Nordൻ്റെ ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് അറിയാം, എൻ്റെ ആദ്യത്തെ നോഡാണ് കേട്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓൾറെഡി നമ്മൾ 13 സീരീസും 11 സീരീസും 12 സീരീസും ഒക്കെ നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ആക്ച്വലി ഈ OnePlusൻ്റെ ഈ ബ്ലൂ ബോക്സ് ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ റെഡും ബ്ലാക്കും ആണല്ലോ, ഇത് നമുക്ക് ബ്ലൂവും ബ്ലാക്കും ആണല്ലോ. അതെൻ്റെ ആദ്യത്തെ ബോക്സാണ് കേട്ടോ, അല്ലെങ്കിൽ ആദ്യത്തെ ഫോണാണ് നോഡ്. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ OnePlusൻ്റെ ബ്രാൻഡിങ്, അതുപോലെ തന്നെ നോഡിൻ്റെ എന്താ പറയുക അവരുടെ ബ്രാൻഡിങ് വരുന്നുണ്ട്. പിന്നെന്താ, ഇത് ഞാൻ ആക്ച്വലി ക്രോമേന്ന് വാങ്ങിച്ചാലുണ്ട്. ഞാൻ ഇത് 2-3 ആഴ്ച കഴിയുമ്പോൾ ഈ സാധനം വിൽക്കും. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പറയാം, സെപ്പറേറ്റ് വേറെ വീഡിയോ സംഭവങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് 8GB 256GB വേരിയൻ്റ് ആണ്. ഗ്രേ കളർ മോഡലാണ് കേട്ടോ. അതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ, അതിൻ്റെ IMEI നമ്പറും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സാധനം അൺബോക്സിങ് ചെയ്യാം. ജസ്റ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത് മാത്രമേ ഉള്ളൂ, വേറെ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബോക്സ്. ഇത് നമ്മുടെ ഫോൺ വരുന്നത്. ഇതാ ഫോൺ നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ചാർജറും അതുപോലെ തന്നെ സിം ഇജക്ടർ ടൂള്. ഇപ്പോൾ ഞാൻ ഇതിൽ നമ്മുടെ എന്താ പറയുക എൻ്റെ സെക്കൻഡറി സിം ആയിട്ടുള്ള BSNL ഞാൻ ഇട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക ഇതിൻ്റെ പേര് നിന്ന് റെഡ് കേബിൾ ക്ലബിൻ്റെ ആ സെയിം കാർഡ് തന്നെ, അല്ലെങ്കിൽ ആ സെയിം കേബിൾ തന്നെ കേട്ടോ. ഇത് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്ന സാധനമാണ്. ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു വയ്ക്കാം. ഇതിൽ നമുക്ക് ബുക്ക്ലെറ്റ്സും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ബ്ലാക്ക് കേസും വരുന്നുണ്ട് കേട്ടോ. ബുക്ക്ലെറ്റ്സിൽ എന്താ ഉള്ളത്, ബുക്ക്ലെറ്റ്സിൽ നോർമൽ ആകെ ഒരെണ്ണുള്ളൂ കേട്ടോ, ഒരു ക്യുക്ക് ഗൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ കേസ്, അപ്പോൾ കേസ് എന്തായാലും നമുക്ക് ആവശ്യം വരും. ഞാൻ സെപ്പറേറ്റ് വേറെ കേസ് എന്തായാലും വാങ്ങിക്കുന്നില്ല. അപ്പോൾ കേസ് മറ്റൊരു സ്റ്റിക്കറുണ്ട് ഇവിടെ, എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് കേസ്. ഇത് പ്ലെയിൻ കേസാണ് കേട്ടോ. നമ്മൾ ഗ്രിപ്പോ കാര്യങ്ങളൊന്നുമില്ല, ഗ്രിപ്പും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് എടുത്തു വയ്ക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഫോണിലേക്ക് ഞാനിത് പ്ലാസ്റ്റിക് കവർ എടുക്കാൻ മറന്നു. അതുപോലെ തന്നെ ഇത് പേപ്പറാണ് കേട്ടോ. ഇത് നല്ല ഒരു ഹെഫ്റ്റ് വരുന്നുണ്ട്, 200 സംതിങ് വെയിറ്റ് സാധനത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. ബാക്കും ഫ്രണ്ടൊക്കെ ഗ്ലാസ് തന്നെയാണ്. സൈഡ് പ്ലാസ്റ്റിക് ആണ്, അലുമിനിയം ഫ്രെയിം അല്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കിടിലൻ ഡിസ്പ്ലേ ഉണ്ട്. ശരിക്കും 30,000 റേഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. നമുക്ക് ഈ സ്റ്റിക്കറും ഒന്ന് പൊളിച്ച് വയ്ക്കാം. ഇതൊന്നും കളയുന്നില്ല നമ്മൾ, എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 1 മന്ത്, അതിൻ്റെ 1 മന്തിനുള്ളിൽ തന്നെ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അത് സെപ്പറേറ്റ് വേറെ ഒരു വീഡിയോ ഇടാം. എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ചെയ്യാറുള്ളതാണ്, കുറേ പേര് നമ്മുടെ നിന്ന് വാങ്ങിക്കാറുള്ളതാണ്. നമ്മൾ കൊറിയറും ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാൻ ബോക്സ് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സിം ഇടണം. 256GB വേരിയൻ്റ് ആണിത്. ഇത് നമുക്ക് ഗ്രേ കളർ മോഡലിൽ 512GB അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും സിം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ സിം ഇജക്ടർ ടൂള് ഇതിൽ ഓൾറെഡി ഉണ്ട് വേറെ. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ 2 നാനോ സിമ്മാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ എന്തായാലും നമുക്ക് ഒരു സിം തന്നെ ഇടണമെന്നുള്ളൂ. ഞാൻ എല്ലാ ഫോണിലും ഡ്യുവൽ സിം ഇടാറില്ല കേട്ടോ. അപ്പോൾ നോർമലി ഞാൻ 3 ഫോൺ വയ്ക്കാറുണ്ട്.
അപ്പോൾ 3 സിമ്മും 3 ഫോണിലും ഇടാറില്ല. ഞാൻ സെപ്പറേറ്റ് 2 ഡ്യുവൽ സിമ്മും സപ്പോർട്ട് ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എന്താ കൊള്ളാത്ത ഓക്കെ. ഇത് സിം 2 ആണ്. അപ്പോൾ സിം 1 കറക്റ്റ് ഇരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ സിം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓണാക്കി ഇത് ഓക്കെ നോക്കാം. ഒരു 40 വാട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വൈബ്രേഷൻ കാണലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക OnePlus Nord 5 ബൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ബൂട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ വരട്ടെ. ഞാൻ ഇനീഷ്യൽ സെറ്റപ്പൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൂട്ടും കാണലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര പക്ഷേ 200 മുകളിൽ സാധനത്തിന് വെയിറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ എന്താ പറയുക ഡയമെൻഷൻ കാണലൊക്കെ പറയുകയാണെങ്കിൽ 8.1 mm ആണ് തിക്നെസ്. പക്ഷേ തിക്നെസ് ഒന്നും ഭയങ്കര ഓവറായിട്ടൊന്നും തോന്നില്ല കേട്ടോ. അത് എടുത്ത് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. IP65 റേറ്റിംഗേ വരുന്നുള്ളൂ. IP68 ഒരു കൊടുക്കായിരുന്നു ഈ പ്രൈസിലൊക്കെ. എന്ന് വെച്ചാൽ വേറെ ഇഷ്ടംപോലെ ബ്രാൻഡുകൾ കൊടുക്കുന്നുണ്ട്. ഈ പ്രൈസിന് കോമ്പറ്റീറ്റർ എന്ന് പറയാനുള്ള നമ്മുടെ മോട്ടോ എഡ്ജ് 60 Pro ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 7A പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. 2 നാനോ സിം ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ടെക്നോളജി പറയുകയാണെങ്കിൽ നമുക്ക് സ്വിഫ്റ്റ് AMOLED 1 ബില്യൺ കളർ വരുന്ന 144 Hz വരുന്ന HDR+10 സപ്പോർട്ടും പ്ലസ് സപ്പോർട്ടും കാണലൊക്കെ വരുന്ന ഒരു 6.83 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 450 പിക്സൽ ഡെൻസിറ്റി ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഗൊറില്ല 7A പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. Android 15 ആണ് ഇതിൽ വരുന്നത്. 4 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. ഓക്സിജൻ OS ആണ് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ എനിക്ക് നോർമലി മിക്ക ആൾക്കാരുടെയും One UI കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക അപ്ഡേറ്റ് അല്ല ഒരു UI എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന സംഭവമാണ്. അത്യാവശ്യം നല്ല സൂപ്പറായിട്ടുള്ള ആനിമേഷൻസും കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ തരുന്നൊരു എന്താ പറയുക OS ആണ്. പറയുമ്പോൾ കളർ OSൻ്റെ പരിപാടികളൊക്കെ തന്നെ നമുക്ക് Snapdragon 8S Gen 3 ആണ് വരുന്നത്. 4 നാനോമീറ്ററിൽ വരുന്ന സംഭവമാണ്. അതുപോലെ തന്നെ Adreno 735 ആണ് GPU വരുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിൽ ഇന്റർണൽ മെമ്മറി നമുക്ക് 256 GB സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. 8 GB വരുന്നതാണ്, 12 GB വരുന്നതാണ്. 8 GBയും വലിയ മോശമില്ലാണ്ട് നമുക്ക് അത്യാവശ്യം കുറേ കാലമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് എന്തായാലും നമുക്ക് വെർച്വൽ റാം ഫെസിലിറ്റീസും വരുന്നുണ്ട്. പിന്നെ UFS 3.1 ആണ് നമുക്ക് മെമ്മറി റോം വരുന്നത് കേട്ടോ. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 2 ക്യാമറ സെൻസറാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെയും 8 മെഗാപിക്സലിൻ്റെയും. 50 മെഗാപിക്സലിൻ്റെ സോണിയുടെ സെൻസറാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിൽ 4K 30 ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. പിന്നെ സെൽഫി 50 മെഗാപിക്സലാണ് വരുന്നത്. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ സെപ്പറേറ്റ് വേറെ ഇതിൽ കാണിച്ചു തരാം കേട്ടോ ഞാൻ. പിന്നെ സ്പെക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലാൻഡ് സപ്പോർട്ട് അതൊക്കെ വൈഫൈ സപ്പോർട്ട് Wi-Fi 6 ആണ് വരുന്നത്. ഡുവൽ ബാൻഡ് ആണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവമായിരിക്കും. ഇതിൻ്റെ USB ഡ്രൈവ് വരുന്നത് 2 ജനറേഷൻ ഉണ്ട്. അത് ഒരു ഡൗൺഗ്രേഡ് ആയിപ്പോയി. ഫിംഗർ പ്രിൻറ്റ് അതുപോലെ തന്നെ നമുക്കിതിൽ ബാറ്ററി വരുന്നത് 6800 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ടിൻ്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നമുക്കൊരു 54 മിനിറ്റിൽ ഫുൾ ചാർജ് ആവുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇൻബിൽഡ് ചാർജറായിട്ട് വരുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ UI ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിൽ ക്ലീൻ ആണ് കേട്ടോ. നമുക്കതിൽ എന്താ പറയുക ഞാൻ നോർമലി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 13 സീരീസിലെ എല്ലാ ഫോണും അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 13S ഒഴിച്ച് ബാക്കിയെല്ലാം അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് 13-ലടക്കം നമുക്കൊരു ഗെറ്റ് ആപ്പ് എന്ന് പറഞ്ഞ സാധനം ഒരു കുതിര സാധനമൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ കളർ OSന്. ഇതിലതൊന്നുമില്ല. ഇതിൽ ഫുൾ ക്ലീൻ ആയിട്ട് അവർ തിരിച്ച് പഴയതിലേക്ക് തന്നെ പോയി. നല്ല കാര്യം അത്. പിന്നെന്താ നമുക്ക് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വൈറ്റ് ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്, ഒരു ബ്ലൂയിഷ് വൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന്. പിന്നെ ഈ ഗ്രേ കളറാണുള്ളത് കേട്ടോ. പിന്നെ നമുക്കിതിൽ ആൻഡ്രോയിഡ് സ്കോറൊക്കെ നോക്കി കഴിഞ്ഞാൽ 1.5 million ഒക്കെയാണ് സ്കോറും കാണലൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഇതാണ് സ്പെക്സും കാണലൊക്കെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഇതിൻ്റെ നമുക്ക് അപ്ഡേറ്റ്സും കാണലൊക്കെ എനിക്കത് വന്നിട്ടിരിക്കാൻ സാധ്യത. സിസ്റ്റം അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി വന്നിട്ടിരിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ പറഞ്ഞില്ലേ വന്നിട്ടിരിക്കുന്നത് വെച്ചാൽ ഓൾറെഡി 800 MAhൻ്റെ ഒരു 800 MBയുടെ ഒരു സൈസിൻ്റെ ഒരു അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് പുഷ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. സാംസങ് കഴിഞ്ഞാൽ റെഗുലറായിട്ട് അപ്ഡേറ്റ് കൊടുക്കുന്ന ഒരു വൺ ഓഫ് ദ മെയിൻ ബ്രാൻഡ് എന്താ പറയുക ആൻഡ്രോയിഡിൽ തന്നെ വേണമെങ്കിൽ പറയാം OnePlusനെ. പിന്നെ അവർക്ക് ലെഫ്റ്റ് ഹാൻഡ് ഫ്രീ വാറണ്ടിങ് ആളൊക്കെ വരുന്നുണ്ട് ഡിസ്പ്ലേക്ക്. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും വരില്ല. അതിന് അവർ പുതിയ സോഫ്റ്റ്വെയർ ഒരു എന്താ പറയുക ഇതിൻ്റെ നമ്മുടെ നോർമൽ ഡിസ്പ്ലേൻ്റെ താഴെ തന്നെ ഒരു ലെയർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ലെഫ്റ്റ് ഹാൻഡ് ഫ്രീ വാറണ്ടി കൊടുക്കുന്നത്. അവർക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നോളജി അവർ അതിന് ഭയങ്കരമായിട്ട് റിസർച്ച് ഇതുമ്പോൾ നടത്തിയിട്ടുണ്ട് അവർ, ചുമ്മാ പറയുന്നതല്ല. പിന്നെ ഞാൻ ഇതിൻ്റെ എന്താ പറയുക നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മുടെ എന്താ പറയുക ഫോട്ടോൻ്റെ ക്ലാരിറ്റിയും അത്യാവശ്യം നല്ല ക്ലാരിറ്റി വരുന്നുണ്ട്. നല്ല ഫാസ്റ്റാണ് കണ്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സെൽഫിയുടെ കാര്യം പറയണമെങ്കിൽ സെൽഫി എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വിവോ ഫോണിലാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും 50 മെഗാപിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്.
ഓക്കേഷ് എന്ന് വേണമെങ്കിൽ പറയാം സെൽഫി ക്യാമറ. ഞാൻ അത് സെപ്പറേറ്റ് വേറെ വീഡിയോ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ഇടയിൽ തന്നെ കുറേ കൊടുക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റുമല്ലോ. പിന്നെന്താ ബാക്കി എല്ലാ എന്താ പറയുക നമ്മുടെ ഗൂഗിളിൻ്റെ ന്യൂ വെർഷൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഗൂഗിളിൻ്റെ എല്ലാ അനിമേഷൻസും അല്ലെങ്കിൽ AI ഫീച്ചേഴ്സും എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. ഇതുണ്ട് ഭയങ്കര ഫാസ്റ്റ് ആകുന്നുണ്ട്. 8S Gen 3 ആണ് വരുന്നത്. നിങ്ങൾക്ക് ഗെയിമിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ കളിക്കാനൊക്കെ പറ്റും കേട്ടോ. ആപ്പിക് എന്ന് പറഞ്ഞൊരു ആപ്പ് കൂടെ കാണാനുണ്ട്. അതെനിക്ക് എന്തായാലും എനിക്ക് തോന്നുന്നത് ഡിസേബിൾ ചെയ്യാൻ പറ്റും ആണ്ടോ. അപ്പോൾ അതും പോയി കിട്ടി. അപ്പോൾ ക്ലീൻ UI ആയിട്ടാണ്, അത് നല്ല കാര്യം തന്നെയാണ്. OnePlus സ്റ്റോറൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം, ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അൺബോക്സിങ് നമ്മുടെ OnePlus Nord 5ൻ്റെ. ഇനി നമ്മൾ OnePlus നമ്മുടെ 13S-ൻ്റെയും അതുപോലെ തന്നെ X2 F-ൻ്റെ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ഔട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞങ്ങളൊന്നും മിസ് ചെയ്തിട്ടില്ല വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആണോ. ബൈ.